Hey all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. Angel message for you. എന്താണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ്? എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ കളക്റ്റീവ് റീഡിംഗ് ആണ്. ലെറ്റ്സ് സീ ഏഞ്ചൽ മെസ്സേജ് ഫോർ യു. What you need to hear right now. സോ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. എന്താണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ്? നിങ്ങളുടെ ലൈഫിലെ എന്തെങ്കിലും ഒരു മേജർ ഇവന്റ് സംഭവിക്കുന്നുണ്ടായിരിക്കണം. ഓൾറെഡി ചില ആളുകൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം. ഓർ നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ഇവന്റിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. സോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ റീകണക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഈ സമയം ഇല്ലാത്തത്, അവിടെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആയിട്ടുള്ള കാര്യം കൂടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള കാര്യം റീപ്ലേസ്ഡ് ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്ലസ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില സിറ്റുവേഷൻ റീകണക്ട് ചെയ്യുന്നുണ്ട്, ചില റിലേഷൻഷിപ്പ് റീകണക്ട് അല്ലെങ്കിൽ റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്, ചില കണ്ടുമുട്ടലുകൾ ഉണ്ടാവുന്നുണ്ട്, വീണ്ടും സംസാരിക്കുക, വീണ്ടും ഹെൽത്തി ആയിട്ട് ചില ആളുകളെ നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. അത് ഓൾറെഡി ഈ സമയം നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം അല്ലെ. ചില ആളുകളൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, റൈറ്റ്. ചില ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ചില റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ട്, ചില റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയം. ഓക്കെ, കാരണം ഈ സമയം നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ടൈം ആണ് ഈ ഒരു സമയം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വെരി സൂൺ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ്. ചില കാര്യങ്ങളൊക്കെ നാച്ചുറലി നിങ്ങളുടെ ലൈഫിൽ വീഴുന്നുണ്ട്. ഓക്കെ, കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡിവൈൻ ടൈം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് എപ്പോഴും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു സമയം കണക്ട് ചെയ്യുന്നത് ഏഞ്ചൽ മെസ്സേജ് ആണ്. സോ നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ അതാണ്. നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിവൈൻ പ്ലാനിൽ കൂടിയാണ് ഈ ഒരു സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല നിങ്ങളുടെ ലൈഫിൽ. കാരണം ചിലത് നാച്ചുറലി അൺഫോൾഡ് ആവുന്ന സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. സോ ഡെസ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേസിൽ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ടൈം കൊടുത്ത് നിങ്ങൾ ആ ഒരു പ്രഷറിൽ നിങ്ങൾ നിൽക്കാതിരിക്കുക. എത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ വേണമെന്നുള്ള ഒരു പ്രഷർ നിങ്ങൾക്ക് തന്നെ കൊടുക്കാതിരിക്കുക. കാരണം ചില കാര്യങ്ങൾ നാച്ചുറലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അത് കുറെ കൂടെ പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ചില ആളുകളുമായിട്ടൊക്കെ റീകണക്ട് ചെയ്യണം. ഓർ ചില പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഡിറ്റാച്ച്ഡ് ആവണം എന്നുണ്ടെങ്കിലും ഓക്കെ, കാരണം അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് ഡിറ്റാച്ച്ഡ് ആവാൻ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡിറ്റാച്ച്ഡ് ആവാനും, ഓർമ്മകളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാനും, റൈറ്റ് പ്ലേസിലേക്ക് അലൈൻഡ് ആയിട്ട് വരാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സൈക്കിളൊക്കെ നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള പ്ലേസിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻഡ് ആക്കണം എന്ന് തോന്നിയിട്ടുള്ള ചില സൈക്കിളിൽ നിന്നൊക്കെ ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ പുതിയ കാര്യത്തിലേക്ക് വരിക, പുതിയ സിറ്റുവേഷനിലേക്ക് വരിക. ഈ ഒരു സമയം നിങ്ങൾക്ക് കുറെ കൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓർ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, പുതിയ സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ പുതിയ അവസരത്തിലേക്കൊക്കെ നിങ്ങൾ ഓപ്പൺ ആവേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, കാരണം നിങ്ങളുടെ ലൈഫിലെ ചില സിറ്റുവേഷൻ അങ്ങനെയാണ് പോകുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്തു പോകണം. ഈവൻ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് പഴയ കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ പുതിയ സിറ്റുവേഷനിലേക്ക് ചില കാര്യങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ സെയിം സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ആക്ഷൻ, അല്ലെങ്കിൽ അവിടെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കൂടെ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളായിട്ട് ചില മാറ്റങ്ങൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചില മാറ്റങ്ങൾ നാച്ചുറലി സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. ഓൾറൈറ്റ്, what you need to hear, what's the angel message for you? Again, it's a confirmation. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഡീപ്പ് ആയിട്ടുള്ള റീകണക്ഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഡെപ്ത് ഉള്ള ചില കണക്ഷൻസ് ഫസ്റ്റ് ടൈം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. ചില ആളുകൾ റീകണക്ട് ചെയ്യുന്നതാണ്, ചില ആളുകൾ ഫസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഈവൻ നിങ്ങൾ ഫസ്റ്റ് ആദ്യമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ഡീപ്പ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കുക. സോ നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഈ ഒരു സമയം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. സോ ചില മാറ്റങ്ങൾ വരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചൊരു അൺകംഫർട്ടബിൾ ആവുന്നത്. നിങ്ങളുടെ ലൈഫിലെ ചില സിറ്റുവേഷൻ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനോ, പെട്ടെന്ന് ചില മാറ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചില സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതും അറിയുന്നുണ്ടായിരിക്കില്ല അല്ലെ. സോ ചില ആളുകളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ,
ബട്ട് ഈ ഒരു സമയം നിങ്ങൾ പോകുന്ന ചില സിറ്റുവേഷനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു റീസൺസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, സോ ഗോ വിത്ത് ദ ഫ്ലോ. നിങ്ങളായിട്ടൊന്നും പ്ലാൻ ചെയ്യുന്നതോ നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നതോ നിങ്ങളായിട്ട് ഇന്റൻഷനലി ഒന്നും ചെയ്യുന്നതല്ല നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് സംഭവിച്ചിട്ട് നിങ്ങൾ അതിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നു, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു, ഇങ്ങനത്തെ ആളെ മീറ്റ് ചെയ്തു, ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായി, ഇങ്ങനത്തെ ഒരു ലെസൺ ഉണ്ടായി, ഇങ്ങനത്തെ ഒരു ഇത്രയൊരു ഡീപ്പ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, എന്ത് തന്നെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിലും ഈ സമയം നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ പോകുന്ന ചില സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് ലെസൺ ആയിട്ട് തോന്നുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ലൈഫിൽ മസ്റ്റായിട്ട് നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഓൾറൈറ്റ്, സോ ഒരിക്കലും നിങ്ങൾ നല്ല അനുഭവമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാതെ നല്ലതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അതിന്റെ ഫ്യൂച്ചർ എന്താവും, അത് എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്, മേ ബി നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് ആ ഒരു ടൈമിൽ വേണ്ടി വരാം, അങ്ങനത്തെ ഒരു കണക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി വരാം, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ധൈര്യം നിങ്ങൾക്ക് വേണ്ടി വരാം. റൈറ്റ്, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ചില ആളുകൾ നിങ്ങളുടെ ഒരുപാട് കാലത്തൊരു പാറ്റേൺ, ലൈഫ് പാറ്റേൺ, റിലേഷൻഷിപ്പ് പാറ്റേൺ, എസ്പെഷ്യലി റിലേഷൻഷിപ്പ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. റിലേഷൻഷിപ്പിൽ ചില സിറ്റുവേഷൻസിലൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുന്നതായിരിക്കാം, ഓർ ചില ആളുകൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക് കൂടുതൽ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡീപ്പ് ആയിട്ടുള്ള ചില കണക്ഷൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന്റെ ഒരു സെപ്പറേഷൻ സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. അഗൈൻ ഇപ്പം ഈ ഒരു ജേർണിയിൽ കൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾ, എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ്, അത് ആ ഒരു ടൈമിൽ വേണ്ട കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ചില ആളുകൾ ഈ ഒരു അവസരത്തിൽ കൂടെ പോകുന്നത് നിങ്ങൾ അത്ര ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾ അത്ര ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ അത്ര ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്ത് അത് സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം, അല്ലെ? സോ അതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയം സ്ട്രഗിൾ ചെയ്യുന്നതും, ചില കാര്യങ്ങൾ വിട്ട് പോകുന്നതും അല്ലെങ്കിൽ വിട്ട് കളയുന്നതും, അല്ലെങ്കിൽ നാച്ചുറലി ചില മാറ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു സമയത്ത് എന്തെങ്കിലും കൈൻഡ് ഓഫ് സെപ്പറേഷനിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരുപാട് എഫേർട്ട് കൊടുക്കാതെ തന്നെ ഒരു ടൈം ആവുന്ന സമയത്ത് നാച്ചുറലി അതിൽ റീകണക്ഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇപ്പം സെപ്പറേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സാക്രിഫൈസ് ചെയ്യുക, അത് റിലേഷൻഷിപ്പ് എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫിന്റെ എന്ത് സിറ്റുവേഷനിൽ നിങ്ങൾ എന്തൊരു കാര്യം സാക്രിഫൈസ് ചെയ്യാണ്, വിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ധൈര്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് കുറെ കൂടെ നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരുപാട് സെൽഫ് ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. സോ കുറെ കൂടെ നിങ്ങൾ ആ ഒരു വാലിഡേഷൻ കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റം, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മേജർ ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ കാഴ്ചപ്പാടിലും നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിലും, അല്ലെങ്കിൽ പല രീതിയിൽ ഈവൻ ഫൈനാൻഷ്യലി കാണുന്നുണ്ടെങ്കിൽ പോലും പല സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും ആ ഒരു കാര്യത്തിലേക്കാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വർത്ത്, വാല്യൂ തോന്നുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ പല ആളുകളും നിങ്ങളുടെ ലൈഫിന്റെ അതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇവന്റ്സിലൂടെ ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. ഫോക്കസ് ഓൺ യുവർ സെൽഫ്. ഓക്കെ, ആൻഡ് അഗൈൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൂടിയാണോ നിങ്ങൾ പോകുന്നത് മനസ്സിലാക്കുക, അതൊരു ഡിവൈൻ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. സോ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന്റെ ഒരു ക്ലോഷർ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക, എൻഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. മേ ബി ഈ ഒരു സമയത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. സോ അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതെ നിങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതെന്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്, അതിലേക്കാണ് കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ബാലൻസ് ചെയ്യാനാണ് ഈ ഒരു സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, ആൻഡ് നിങ്ങളുടെ ലൈഫിന്റെ പല കാര്യങ്ങളും അവിടെ ബാലൻസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ ആണ്. ഓക്കെ, ചില ഇമോഷണൽ സെപ്പറേഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. അതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. സോ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഫുൾഫിൽഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. സോ നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. ഇത് ചില ആളുകൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം, പക്ഷെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന കാര്യങ്ങളായിരിക്കാം ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം.
സോ അവിടെ ഹിഡൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അവിടെ ചില ആഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഈ ഒരു സമയത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാം. ഓക്കെ, സോ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അത്ര ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുള്ള ആളുകളുടെ അടുത്ത് മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പല ആളുകളെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ ലൈഫിൽ വന്നു പോകുന്ന ചില ആളുകളുണ്ട്. പുതിയ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, പുതിയ ആളുകളായിരിക്കാം, അത് വർക്ക് പ്ലേസോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള ആളുകളായിരിക്കാം. ചില ആളുകളായിട്ട് നിങ്ങൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റും കണക്ഷനും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എല്ലാ പ്ലേസിലും നിങ്ങളൊരു പേഴ്സണൽ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ വളരെ വൾനറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. പക്ഷേ നിങ്ങളൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തും പറയാതിരിക്കാം. ഓക്കെ, അത് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ആണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ ലോസസ് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദി ഗെയിം. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് സെൽഫായിട്ട് ഒരുപാട് ചേഞ്ചസ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ഓൺ ദാറ്റ്. ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ ഫോർ യു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഉണ്ടെങ്കിലോ ഓർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ, മേ ബി ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊരു കാര്യം ഇറ്റ്സ് ലൈക്ക് വർക്കിംഗ് പ്രോഗ്രസ് പോലത്തെ സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കുക. റൈറ്റ്, സോ നിങ്ങൾ എന്തൊരു കാര്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതെന്താവും എന്നുള്ളത്, എങ്ങനെ പോകുന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞോളണമെന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എഫേർട്ടിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഫുൾഫിൽഡ് ആവുന്ന സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റേജിലൂടെയാണ്, അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലൂടെയാണ് നിങ്ങൾ ഈ ഒരു സമയം പോകുന്നുണ്ടായിരിക്കുക. അഗൈൻ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമായിട്ടുള്ള സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിലും ട്രസ്റ്റ് മീ, അവിടെ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീകണക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർമണി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഒരു സ്ട്രോങ് പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിലും. റൊമാൻറ്റിക് ലൈഫ് മാത്രം കണക്ട് ചെയ്യുന്ന ആളുകളല്ല, നിങ്ങൾ പരസ്പരം പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലെ ലൈക്ക് മാരിറ്റൽ പാർട്ട്ണർ പോലെ പല ഏരിയാസിലും നിങ്ങൾ പാർട്ട്നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ വീട്ടിലെ കാര്യം, ഫാമിലി കാര്യം, റൊമാൻറ്റിക്കൽ ആയിട്ടുള്ള കാര്യം, പല റിലേഷൻഷിപ്പിന്റെ പല ഏരിയാസിൽ നിങ്ങൾ പാർട്ട്നേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാഷസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹാർമണി നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതുവരെ കാണാത്ത ചില വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക്, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അഫെക്ഷൻ, ഒരു അട്രാക്ഷൻ ഒക്കെ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തുനിന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ട്, അവർക്ക് നിങ്ങളോടും തോന്നുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മാറ്റമാണ് നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ റീകണക്ഷൻസ് സംഭവിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ടാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർമണി നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. സോ ചില ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടോ ഓർ ചില പ്ലേസിൽ നിങ്ങൾ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നിൽക്കുന്ന പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കാരണം ഇറ്റ്സ് നോട്ട് ഫോർ ദം, നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈവൻ എത്ര വിഷമമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സാക്രിഫൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഹെൽത്തി ആയിട്ട് ഡിറ്റാച്ച്ഡ് ആവാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഇപ്പൊ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകള് അതുപോലെ ആയിരിക്കാം. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് അതുപോലെ ആയിരിക്കാം. റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റാത്തതിൻ്റെതായിട്ടുള്ള ഒരു ചില വിഷമങ്ങൾ ചില ആളുകൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ആൻഡ് അഗെയിൻ അവിടെ ഒരുപാട് സ്ട്രോങ് കണക്ഷൻസും ഫീലിങ്സും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് ഡിറ്റാച്ച്ഡ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ കൂടെ നിങ്ങളുടെ ഒരു സെൽഫ് വാല്യൂ, സെൽഫ് വർത്തിലേക്ക് കുറെ കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, സോ അവിടെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ ചുരുക്കം ആളുകൾക്കുള്ള മെസ്സേജ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.